ഹലോ അസ്സാം വലൈക്കും. ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണം തോന്നൽ നിങ്ങൾക്ക് ആർക്കുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. എന്നാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മധുരം അത് നിർബന്ധമാട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യും. ജസ്റ്റ് ചോക്ലേറ്റോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് ചോക്ലേറ്റ് മിൽക്ക് ബർഫി കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് 2 കപ്പ് പാൽപ്പൊടി 250 ml കപ്പിൽ 2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ വേറൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ പാലും കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. എന്നിട്ട് ഈ പാലൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ പാൽ ഏകദേശം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 2 കപ്പ് പാൽപ്പൊടി നേരത്തെ ബൗളെടുത്ത് വെച്ചില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അന്നപ്പം തന്നെ നല്ലോണം മിക്സ് ചെയ്യുക. കട്ട ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, കൈ വിടാണ്ട്. അഥവാ നമ്മൾ സ്റ്റോപ്പാക്കി വെച്ചാൽ കൈ വിട്ടിട്ട് ഇളക്കാൻ നിന്നാൽ കട്ട കെട്ടിപ്പോകും കേട്ടോ, പാൽപ്പൊടി ആയതുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യേണ്ടി വരും. നല്ലോണം കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടും ഇതേപോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. കോൺഫ്ലവർ ഇട്ടുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ട് ഇത് കൈ വിടാണ്ട് തന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് എടുക്കണം. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ എന്താ പറയുക, കോൺഫ്ലവർ ഇട്ടുകൊണ്ട് പെട്ടെന്ന് കുറുകി വരുമല്ലോ. അപ്പോൾ ഇതാ ഈ പാത്രത്തിൽ നിന്ന് ഇതേപോലെ വിട്ട് വരുന്ന ഒരു ടെക്സ്ചർ ആവണം കേട്ടോ. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് 2 ടീസ്പൂണും കൂടി നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പാത്രത്തിൽ നിന്ന് നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. നെയ്യ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇല്ലേ കോൺഫ്ലവർ ചേർത്ത സമയത്ത് ചേർക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ചൂടൊന്ന് തണിയണം കേട്ടോ. എന്നിട്ട് വേണം ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാൻ. പഞ്ചസാര ഞാനിപ്പോൾ ഏകദേശം 1/3 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നോർമൽ മധുരമായിട്ട് ഉണ്ടാവും. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടി നിങ്ങൾ കൂട്ടിയെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ചൂട് തണിഞ്ഞിട്ടാട്ടോ എന്തായാലും പഞ്ചസാര ഇടേണ്ടത്, അത് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പഞ്ചസാര ഇടുമ്പോൾ ഒന്നും കൂടി ലൂസായി പോകും. അതുകൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത്. ചൂടൊക്കെ തണിഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് ഏലക്കായ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ 2ആയിട്ടൊന്ന് മാറ്റുക. അത് വേറെ ബൗളിലേക്ക് എടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. ആദ്യം 1 സ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അഥവാ നമുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 2 സ്പൂൺ ആദ്യം തന്നെ ഒരുമിച്ച് ഇടണമെന്നില്ല, പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് കുറച്ചും കൂടി ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് മിക്സായി കിട്ടും കേട്ടോ, ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇനിയിപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ വെച്ച് കൊടുത്തിട്ട് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യത്തെ എന്താ പറയുക, നമ്മളെ പാൽപ്പൊടിൻ്റെ മിക്സിനില്ലേ അത് വെച്ച് കൊടുക്കാം. അത് ഇതേപോലെ നല്ലോണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ലോണം എന്താ പറയുക ഒന്ന് പരത്തിയിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം ഏത് ലെയറായി നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. ഞാനിപ്പോൾ നമ്മുടെ പാൽപ്പൊടിൻ്റെ മിക്സാണ് ആദ്യം വെച്ച് കൊടുത്തത്. അത് ഇതേപോലെ നല്ലോണം വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ നല്ല സ്മൂത്താക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലയിലേക്ക് നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇല്ലേ അതും കൂടി ഇതിൻ്റെ മേലെ ഇട്ടിട്ട് നല്ലോണം ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക, പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും സീറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വീട്ടിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ.
ഈ മിൽക്ക് പേടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഞാനിത് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് നട്ട്സ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഏത് നട്ട്സ് ആയാലും എടുക്കുക. ഞാനിപ്പം കുറച്ച് ബദാമാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതൊന്ന് സെറ്റാക്കി എടുക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴെയാട്ടോ വെക്കേണ്ടത്. 3 മണിക്കൂർ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മൂടി വെച്ചിട്ട് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ 3 മണിക്കൂറിന് ശേഷം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് മിൽക്ക് ബർഫി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.